ചില തിരുത്തലുകൾ ആവശ്യമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ. അതിനെക്കുറിച്ചൊരു ധാരണയുണ്ടാവും. നേരത്തെ കോർപ്പറേഷനിലുണ്ടായിരുന്ന കൗൺസിലർ എന്ന നിലയ്ക്ക് ആ കാര്യങ്ങളൊക്കെ അറിയാം. ആ തിരുത്തലുകൾ അത് തന്നെയല്ലേ ആദ്യം നടത്തേണ്ടത്? ചില മേഖലകളിൽ അത് അത്യന്താപേക്ഷിതമായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ നമുക്ക് ഒരു മേൽനോട്ടം മതിയാകും. അപ്പോൾ തിരുത്തൽ വരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തൽ വരുത്തി തന്നെ ഒരു കളക്റ്റീവ് ഡിസ്കഷൻ്റെ അടിസ്ഥാനത്തിൽ തിരുത്തൽ വരുത്തി തന്നെ മുന്നോട്ട് പോകും. മേൽനോട്ടം മാത്രം മതി എന്നുള്ള ഘട്ടങ്ങളിൽ മേൽനോട്ടം മാത്രം നടത്തി മുന്നോട്ട് പോകും. മറ്റൊന്ന്, വലിയ വെല്ലുവിളികൾ ഏറ്റെടുക്കേണ്ടി വരും. പ്രതിപക്ഷം ശക്തമാണ്, കോൺഗ്രസുമുണ്ട് കൂടെ. തീർച്ചയായിട്ടും അതൊക്കെ ജനാധിപത്യത്തിലെ സൗന്ദര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പ്രതിപക്ഷം ഉണ്ടാകണം, ശക്തരായിരിക്കണം, അവർ പഠിക്കുന്നവരായിരിക്കണം, ശക്തമായിട്ട് വിമർശിക്കുന്നവരായിരിക്കണം, ആരോഗ്യകരമായ നിർദ്ദേശങ്ങൾ വയ്ക്കുന്നവരായിരിക്കണം, സഹകരിക്കാൻ പറ്റുന്ന മേഖലകളിൽ സഹകരിച്ച് മുന്നോട്ട് പോകുന്നവരായിരിക്കണം. അങ്ങനെ ആകുമ്പോഴേക്കും നമ്മുടെ കൗൺസിൽ യോഗങ്ങളൊക്കെ തന്നെ വളരെ ചലനാത്മകമാകും. അങ്ങനെ ചലനാത്മകമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ആരോഗ്യകരമായ ജനാധിപത്യ പ്രക്രിയകൾ രൂപം കൊള്ളും.